ആരാധനാപൂർവ്വം ഇതിലൂടെ ചിന്തിപ്പിച്ച ഒരു വേദാംശമായി ഞാൻ ശരണപ്പെടുകയാണ്. 22-ാം സങ്കീർത്തനം അതിൻ്റെ 14-15 Psalm 22 verses 14 and 15. 22-ാം സങ്കീർത്തനം 14-15. ഞാൻ വെള്ളം പോലെ തൂക്കിപ്പോകുന്നു, എൻ്റെ അസ്ഥികളെല്ലാം ബന്ധമുണ്ട്. എൻ്റെ ഹൃദയം മെഴുകുപോലെയായി, എൻ്റെ കുടലിൻ്റെ നടുവെ ഉരുകിയിരിക്കുന്നു. എൻ്റെ ശക്തി ഓട്ടുകഷ്ണം പോലെ ഉണങ്ങിയിരിക്കുന്നു. എൻ്റെ നാവ് അണ്ണാക്കോടെ പറ്റിയിരിക്കുന്നു. നീ എന്നെ മരണത്തിൻ്റെ കുടിയിൽ ഇട്ടിരിക്കുന്നു. ആരാധനാത്മകമായി ധാരാളം തവണ നാം വായിച്ചു കേട്ടിട്ടുള്ള ധ്യാനാത്മകമായ ചിന്തകൾ പറഞ്ഞിട്ടുള്ള സങ്കീർത്തനമാണ് എന്നതിന് 2 പക്ഷം. എന്നാൽ മശിഹാ സങ്കീർത്തനങ്ങൾ എന്ന പേരിൽ ഒരു ക്ലാസ് എടുത്തപ്പോൾ ഈ 22-ാം സങ്കീർത്തനത്തിന്റെ ഓരോ വാക്കുകളും അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് ഞാൻ ഇന്ന് പഠിക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ കർത്താവിനോട് ഹൃദയംഗമായി നന്ദി പറയേണ്ട ഒരുപാട് രംഗങ്ങൾ ഈ സങ്കീർത്തനത്തിൽ നിന്നിട്ടുണ്ട്. അതിലെ ഒരു പദമാണ് എന്നെ ഏറ്റവും അധികം ആകർഷിച്ചത്. നാം ഈ 14-15 വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം പ്രവചനാത്മാവിൽ ദാവീദ് എഴുതുന്ന ഒരു സങ്കീർത്തനമാണ് എന്ന് നമുക്കറിയാം. എന്നാൽ 14-15 വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ എൻ്റെ 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 എന്നെ ഈ വാക്കുകൾ പല ആവർത്തി വ്യക്തിപരമായി വൈയക്തികമായി കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വേദന കർത്താവായ യേശുക്രിസ്തു പ്രകടിപ്പിക്കുന്ന ഒരു ഭാഗമായിട്ടാണ് നമുക്ക് കാണുന്നത്. അതിൽ നാം ഒന്ന് സസൂക്ഷ്മം ശ്രമിച്ചാൽ 15-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, എൻ്റെ ശക്തി ഓട്ടുകഷ്ണം പോലെ ഉണങ്ങിയിരിക്കുന്നു. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പരാമർശം എൻ്റെ ശക്തി ഓട്ടുകഷ്ണം പോലെ ഉണങ്ങിയിരിക്കുന്നു. എന്താണ് അതിൻ്റെ അർത്ഥം? ഞങ്ങളുടെ നാട്ടിൽ കുശവന്മാർ, ആ കുശവന്മാരുടെ കളത്തിൽ അവർ ഈ മണ്ണുകൊണ്ട് വിവിധ രൂപങ്ങൾ ഉണ്ടാക്കുന്നത്, പാത്രങ്ങൾ ഉണ്ടാക്കുന്നത് നേരിൽ കാണാൻ. ഇത് ഉണ്ടാക്കിയതിനു ശേഷം, രൂപങ്ങൾ പാത്രങ്ങൾ ഉണ്ടാക്കിയതിനു ശേഷം ഇത് അത്യുഷ്ണമായ ചൂടിലേക്ക് ഇതിനെ കടത്തുന്നു. ചിലപ്പോൾ ഇതിൻ്റെ അരികൊക്കെ ഉടഞ്ഞു. ആ അരികിൽ കിടക്കുന്ന ഈ പാത്രത്തിൻ്റെയോ മറ്റ് വസ്തുക്കളെയോ അരികെ അവിടെ തന്നെ കിടക്കും. അവർ അത് ക്ലീൻ ചെയ്യാറുണ്ട്. അടുത്ത പാത്രം വരുമ്പോഴും വീണ്ടും അവർ ആ പൊട്ടിപ്പോയ പീസുകൾ മാറ്റാതെ അത് അവിടെ തന്നെ കിടക്കുക. അടുത്ത അഗ്നി, അടുത്ത പാത്രം വരുമ്പോഴും അതേ ജോലി ചെയ്യുക. ആ ഓട്ടുകഷ്ണം അടുത്ത പ്രോസസ്സുകൾ പോകുക, അവിടെ തന്നെ കിടക്കുക. ഇങ്ങനെ ക്രമാനുഗതമായി ഈ തീയിലൂടെ മറ്റ് പാത്രങ്ങൾ പോകുമ്പോൾ ഈ ഓട്ടുകഷ്ണം അവിടെ തന്നെ കിടക്കും. അത് ഓരോ പ്രാവശ്യവും തീയിലൂടെ കടന്നു പോകുമ്പോൾ എത്രമാത്രമാണ് ജീവനില്ലാത്തതായ ആ ഓട്ടുകഷ്ണത്തിന്റെ തീയിലൂടെ പോകുമ്പോഴുള്ള അവസ്ഥ. അങ്ങനെയാണെങ്കിൽ കർത്താവ് പറയാം, എന്നെ ഒരു ഓട്ടുകഷ്ണം പോലെ പിതാവായ ദൈവം അതുപോലെ പറഞ്ഞു. ആർക്കു വേണ്ടിയാണ്? എനിക്ക് വേണ്ടി. എത്രയോ ക്രോധാഗ്നിയിലാണ് യേശു കർത്താവ് വെന്തിരിയാനായിട്ട്. ഏതെല്ലാം തരത്തിലുള്ള അപമാനങ്ങൾ, നിന്ദകൾ യേശു കർത്താവ് എനിക്ക് വേണ്ടി അനുഭവിച്ചു. ആ ഓട്ടുകഷ്ണത്തിൽ ഒരു തുള്ളി വെള്ളം ഒന്ന് വീഴുമ്പോൾ, ഞാൻ കണ്ടിട്ടുള്ളതാണ്, വെള്ളം വീഴുമ്പോൾ ആ വെള്ളം അവിടെ ഉണ്ടോന്ന് പോലും അറിയില്ല. ആ ഓട്ടുകഷ്ണത്തിലേക്ക് വെള്ളം വീണോന്ന് പോലും നമുക്ക് കാണത്തില്ല. കാരണം പല ആവർത്തി തീയിലൂടെ വെന്തു പോകുന്നത് പോലെ ആ ഓട്ടുകഷ്ണം എടുക്കും. യേശു കർത്താവ് പറയാണ്, എൻ്റെ ശക്തി ഓട്ടുകഷ്ണം പോലെ ഉണങ്ങി. ഈ വലിയ തീയിലൂടെ, ദൈവ ക്രോധാഗ്നിയിലൂടെ കടന്നു പോയപ്പോൾ കർത്താവ് പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. വേണമെങ്കിൽ യോർദാനോടോ മഴ പെയ്യാനും ഒക്കെ പറയാം, അല്ല അധരങ്ങളെ, നാവിനെ തണുപ്പിക്കാനായിട്ട് പറഞ്ഞു. പക്ഷെ എന്നെ പ്രതി, നമ്മളെ ഓരോരുത്തരെ പ്രതി ഒന്നും പറഞ്ഞു. ഓട്ടുകഷ്ണം പോലെ നമുക്ക് വേണ്ടി ഉണങ്ങിയ കർത്താവ് ഇന്ന് നമ്മൾ ജയാളിയായി ജീവിക്കുമ്പോൾ
കർത്താവിന് വേണ്ടി ശോഭിക്കുമ്പോൾ, ദൈവത്തിന്റെ പൈതങ്ങളായി മാറി കർത്താവിന്റെ ആ സ്നേഹത്തിന്റെ, കരുണയുടെ, പ്രീതിയുടെ പാത്രങ്ങളായി നമ്മൾ തീരുമ്പോൾ ദൈവത്തോട് നമ്മൾ എത്ര നന്ദിയാണ്. കർത്താവിന് മുമ്പാകെ നമുക്ക് പറയാനുള്ളത്, കർത്താവ്, ഞാൻ ദൈവക്രോധാഗ്നിയിൽ വന്നിരിക്കുന്നു. ആ നിത്യ നരകത്തിൽ എന്നേക്കുമുള്ള യാതന അനുഭവിക്കേണ്ടതായിരുന്നു. അവിടെ തന്നെ കരകയറ്റുവാൻ ഒരു ക്രോധാഗ്നിയിലൂടെ അവിടുന്ന് കടന്നുപോയി. ഇന്ന് രാവിലെ ഞാൻ നന്ദിയോടെ അങ്ങയുടെ മുമ്പാകെ നമസ്കരിക്കുക. ഞാൻ അങ്ങയോട് നന്ദി പറയുകയാണ്. ഹൃദയപൂർവ്വം അങ്ങയുടെ മുമ്പാകെ ആരാധിക്കുക. ഞാൻ വീഴുകയാണ്. എനിക്ക് വേണ്ടി ഓട്ടുകഷ്ണം പോലെ ഉണങ്ങിയ അങ്ങയുടെ വലിയ കൃപ എത്രയോ. സംഗീതക്കാരൻ ഈ വാചകം പറയുമ്പോൾ എബ്രായ എഴുത്തുകാരൻ ഇങ്ങനെയാണ് പറയുന്നത്, എങ്കിലും എല്ലാവർക്കും വേണ്ടി ദൈവകൃപയാണ് മരണം ആസ്വദിക്കാൻ ദൂതന്മാരിൽ നിന്ന് താഴ്ച വന്നവനായ യേശു മരണം അനുഭവിച്ചതുകൊണ്ട് നാം അവന് മഹത്വവും ബഹുമാനവും അണിയുവാനായി. ഓട്ടുകഷ്ണം പോലെ ആയിത്തീരുന്ന ഒരു കർത്താവിനെ അല്ല നമ്മൾ ഇന്ന് ആരാധിക്കുന്നത്, നമ്മൾ ഇന്ന് ഓർക്കുന്നത്. ആ പ്രയാസങ്ങളിലൂടെ കടന്നുപോയെങ്കിലും ഇന്ന് മഹത്വവാനായി വിരാജിക്കുന്ന ആ അത്യുന്നതനായ കർത്താവ് ഹൃദയപൂർവ്വം ആരാധിച്ച് മഹത്വപ്പെടുത്താൻ കർത്താവിന്റെ നാമം ഇന്ന് നിലയിലും